ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ വേദിയിലിരിക്കുന്നത്. ഞാൻ പ്രദീപ് സാർ സംസാരിച്ച കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖത്തിന് വേണ്ടി തങ്ങളുടെ വിയർപ്പും തങ്ങളുടെ ശബ്ദവും തങ്ങളുടെ ഹൃദയവും വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വാദപ്രതിവാദങ്ങൾക്കും അതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ളവർക്കും, അത് കേരളത്തിലും ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും സംസാരിച്ചിട്ടുള്ളവർ, അതിനുവേണ്ടി വാദപ്രതിവാദം നടത്തിയിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ തങ്ങളുടെ ഉറ്റവരെ ഉടയവരെ എല്ലാം അടക്കിയ മണ്ണ് തങ്ങളുടെ സുഹൃത്തുക്കളോ എല്ലാവരുമായിട്ട് കളിച്ചു നടന്നിട്ടുള്ള മണ്ണായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ ഭാഗത്തെ ഇത്തരത്തിലേക്ക് ഒരു ആവശ്യത്തിന് വിട്ടുകൊടുത്ത തിരുവനന്തപുരം നിവാസികളെ മൊത്തത്തിലും ഞാൻ ആദ്യം എൻ്റെ നമസ്കാരം, നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏലിയാസ് ജോൺ സാറും ഒക്കെ ഇവിടെ ഇരിക്കുന്നവർ എത്രയോ പേർ, ഞാൻ ഉൾപ്പെടെ ലോകരാജ്യങ്ങളിവിടെ ഒക്കെയായിട്ട് ഇതിനുവേണ്ടി ഒരുപക്ഷെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് നിരന്തരമായിട്ടുള്ള ശബ്ദമുയർത്തിയിട്ടുള്ളവരാണ്. ഇന്ന് ഞങ്ങൾ ദൂരെ നിന്നുകൊണ്ട് ആ തുറമുഖം കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും മനസ്സും അത്രയധികം പുഷ്പിക്കുകയാണ്, അത്ര സന്തോഷം കൊണ്ട് വരികയാണ്. ഇനിയും ഞാൻ അതിൻ്റെ ഈ പറയുന്ന തൊഴിൽ മേഖല ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഞാൻ വരാം. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ കേൾക്കപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ലൊക്കേഷൻ ബേസിസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസിൻ്റെ കാര്യത്തെക്കുറിച്ചായിരുന്നു നാം കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യുക, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, കസ്റ്റംസ്, മാരിടൈം സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ ഭൂമിയായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ത്രിവേണി സംഗമമായിട്ടുള്ള അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തെയും കൂടെ ഒന്നിച്ചേർന്ന് കിടക്കപ്പെടുന്നിടത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നു. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇപ്പോൾ നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും ഹൈഡ്രോഗ്രാഫ് സർവീസിൻ്റെയും എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ, വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കപ്പലുകൾക്കും വന്നെടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഇപ്പോൾ. അതിൽ വരുന്ന കാർഗോയെയും പാസഞ്ചേഴ്സിനെയും പുറത്തിറക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ശ്ലാഘനീയമായിട്ട് തരത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനെ എംപ്ലോയ്മെൻറ്റിലേക്കും ബിസിനസ്സിലേക്കും ഇൻഡസ്ട്രിയിലേക്കും ലീഗൽ പ്രൊഫഷനിലേക്കും ജേർണലിസത്തിലേക്കും 95% വരുന്ന വേൾഡ് ട്രേഡിനകത്തിലേക്കും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്നും ലോകരാജ്യങ്ങളിലേക്ക് തിരിച്ചിന്ത്യയിലേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഗോയും പാസഞ്ചേഴ്സിനെയും കൊണ്ടുവന്നിട്ട് എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇനിയും ഒരുപാട് മുന്നോട്ട് വരേണ്ടതുണ്ട്. നമ്മൾ 2015 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യത്തെ കല്ലിടുന്ന സമയത്ത് തന്നെ സമാന്തരമായി നമ്മൾ ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. നമ്മളുടെ സമൂഹത്തെ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ എത്തരത്തിലേക്ക് വരണം, വിദ്യാർത്ഥി സമൂഹത്തെയും അതായത് യുവജനങ്ങളെയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിവിഷനെയും അഗ്രികൾച്ചർ ഡിവിഷനെയും ഈ പറയുന്ന മറ്റ് ഓരോ മേഖലകളെയും നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ട ഒരുപാട് ചർച്ചകൾ നമ്മൾക്ക് വേണമായിരുന്നു. ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് വരുന്നില്ല. തീർച്ചയായിട്ടും ഒരു തുറമുഖം എന്ന് പറയുന്നത് 71% വരുന്ന കടലും 29% വരുന്ന കരയും അതിനു മുകളിലേക്കുള്ള ആകാശത്തെയും കൂടെ ചേർത്ത് കൊണ്ടുവരുന്ന മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ്റെയും കമ്പൈൻഡ് ട്രാൻസ്പോർട്ടേഷൻ്റെയും ഹൈഡ്രോഗ്രാഫിയും മറൈൻ സർവേ, മറൈൻ സയൻസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, കസ്റ്റംസ്, നേവി, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ഹാർബർ പോലീസ്, മാരിടൈം ലോ, മറൈൻ സർവേ, മറൈൻ ഇൻഷുറൻസ്, ലോജിസ്റ്റിക്സ്, അങ്ങനെ വരുന്ന അതായത് ഒരു ഓഷ്യൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന അതിവിശാലമായിട്ടുള്ള മേഖലകളാണ്. ഗ്രാമത്തിലെ ഏറ്റവും സാധാരണ മനുഷ്യന് തൊട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായിട്ടുള്ള UN-ലോ WTO-ലോ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനോ വേൾഡ് കസ്റ്റംസിലോ ബിംകോയിലോ P&A ക്ലബിലോ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനകത്ത് ഉൾപ്പെടെയുള്ള ഏത് മേഖലയിലേക്കും പോകാൻ പ്രാപ്തിയുള്ള മേഖലയാണ് മാരിടൈം. അവിടെ നമ്മൾ എടുക്കുമ്പോൾ വിഴിഞ്ഞത്തെ മാത്രമായിട്ട് നാം ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. ഇന്ത്യയുടെ മാരിടൈം വിഷയമായിട്ടുള്ള മാരിടൈം മിഷൻ 2030 20 ലക്ഷം ഓപ്പർച്യൂണിറ്റിയും 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് വരുന്നത്. കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു 4 മാസത്തിന് മുമ്പേ ജനുവരിയിൽ, അതായത് കൊച്ചിൻ പോർട്ടസിൽ വന്നിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചത് 4000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്താണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനെ ഇതുമായിട്ട് നാം കണക്ട് ചെയ്യപ്പെടണം.
വിഴിഞ്ഞത്തിനോടൊപ്പം തന്നെ കേരളത്തിലുള്ള 17 നോൺ മേജർ തുറമുഖങ്ങളെയും 4 എയർപോർട്ടുകളെയും ഉൾനാടൻ ജലഗതാഗതത്തെയും കോസ്റ്റൽ ടൂറിസത്തെയും കോസ്റ്റൽ ഷിപ്പിങ്ങിനെയും ടൂറിസത്തെയും ബ്ലെൻഡ് ചെയ്യപ്പെടണം. പെരിഫറലായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആ പ്രത്യേകതകളെ മാത്രമായിട്ട് നാം എന്നും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പോയാൽ ആ പ്രത്യേകത വളരെ നല്ലതാണ്. പക്ഷെ അത് മാത്രമായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യണം എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഴിഞ്ഞത്ത് നിന്നും ലോകത്തിൻ്റെ 195 രാജ്യങ്ങൾ വരുന്ന UN കീഴിൽ വരുന്ന 195 രാജ്യത്തിലെ 44 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ഉൾപ്പെടെയുള്ളിടത്തേക്ക് കാർഗോയെ എത്തിക്കാനും മൂല്യവർദ്ധിത വസ്തുക്കളെ എത്തിക്കാനും നമ്മുടെ പാസഞ്ചേഴ്സ് എത്തിക്കാനും അവിടെ നിന്ന് തിരിച്ചുവിടത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിനകത്തിലെ കൃത്യമായ ഫോർകാസ്റ്റിംഗ് വേണം.